മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. കാടുമൂടിയും റിഫ്ലക്ടറുകളില്ലാതെയും നടുറോഡിൽ സ്ഥിതി ചെയ്യുന്ന ഡിവൈഡർ ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. മേലാറ്റൂർ മണിയാണിരിക്കടവ് കീഴാറ്റൂർ റോഡിൽ പാലത്തിന് സമീപമായുള്ള വളവിലെ ഡിവൈഡറാണ് അപകടക്കെണിയായി സ്ഥിതി ചെയ്യുന്നത്. ഡിവൈഡർ നവീകരിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. മേലാറ്റൂർ മണിയാണിരിക്കടവ് കീഴാറ്റൂർ പാതയിൽ മണിയാണിരിക്കടവ് പാലത്തിന് സമീപമായി റോഡിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡിവൈഡറാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. കാടുമൂടിക്കിടക്കുന്ന ഡിവൈഡറിന്റെ അവസ്ഥ കാരണം ഇതുവഴി സഞ്ചരിക്കുന്ന അപരിചിതരായ യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മുൻപ് ഡിവൈഡറിൽ യാത്രക്കാർക്ക് സൂചന നൽകേണ്ട റിഫ്ലക്ടറുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇതിന്റെ അഭാവവുമുണ്ട്. പ്രദേശത്തെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കാട് വെട്ടിമാറ്റി ഡിവൈഡർ നവീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇവിടെ മുൾക്കാടുകളും കുറ്റിച്ചെടികളും വളർന്ന നിലയിലാണ്. ദിനംപ്രതി ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഡിവൈഡറിന്റെ സാന്നിധ്യം അറിയുമെങ്കിലും അപരിചിതരായ യാത്രക്കാർക്ക് ഇതൊരു വെല്ലുവിളിയാണ്. യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തും വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡിവൈഡർ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണിയണ്ണീരിക്കടവ് പാലത്തിൻ്റെ അവിടെ അക്കരെ കീഴാറ്റൂർ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ഡിവൈഡർ വളരെ അപകടകരമായ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു അവസ്ഥ. കാരണം 2 സൈഡും അതുപോലെ തന്നെ ഈ ഡിവൈഡറും പുല്ലും കാടും കെട്ടിയിട്ട് ആ ഡിവൈഡർ കാണാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അത് നിലവിലുള്ളത്. അത് ഒരു വാഹനങ്ങളൊക്കെ വരുമ്പോൾ വലിയ അപകട ഭീഷണിയായിട്ടാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അതൊന്ന് ആ കാടൊക്കെ വെട്ടി അതിനൊന്ന് വൃത്തിയാക്കിയിട്ട് റിഫ്ലക്ടർ സ്ഥാപിച്ചാൽ അവിടുത്തെ ഈ അപകട സാധ്യത ഒഴിവാക്കാം. ഇതാണിപ്പോൾ അവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അധികാരികൾ അതൊന്ന് വിലക്കെടുത്ത് അതൊന്ന് നല്ല രീതിയിൽ നവീകരിച്ച് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. അത് വൃത്തിയാക്കി റിഫ്ലക്ടർ സ്ഥാപിക്കലാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.